കലാഭവൻ നവാസ് മരണപ്പെട്ടതിന് ശേഷം കലാഭവൻ നവാസിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മക്കളാണ്. മക്കൾ ഇടയ്ക്കിടയ്ക്ക് വാപ്പച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ട് എത്താറുമുണ്ട്. അക്കൂട്ടത്തിൽ വലിയ വിമർശനങ്ങളും നവാസിന്റെ മക്കൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വാപ്പച്ചി പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായി. വാപ്പച്ചി ഫേസ്ബുക്കിൽ എപ്പോഴും സജീവമാകാറുണ്ട്. അങ്ങനെയുള്ള വാപ്പച്ചിയുടെ ഫേസ്ബുക്ക് പെട്ടെന്ന് കാണാതായാൽ ഞങ്ങൾക്ക് വലിയ സങ്കടമാകും. വാപ്പച്ചിയുടെ പോസ്റ്റും കുറിപ്പും കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഉമ്മയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും ഒക്കെ ആരാധകർ തിരക്കാറുള്ളത് വാപ്പച്ചിയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ചുകൊണ്ടാണ്. അതിലൂടെ തന്നെയാണ് ഞങ്ങൾ മറുപടിയും നൽകാറുള്ളത്. ഞങ്ങളെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഉപ്പയുടെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും അറിയപ്പെടുന്നത്. വാപ്പച്ചിക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റുകളും കുറിപ്പുകളും രേഖപ്പെടുത്തുന്നത്. അത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. വാപ്പച്ചിക്ക് വേണ്ട ഇബാദത്തുകളെല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് പുറത്ത് പറയാറില്ല. അത് പുറത്ത് പറയേണ്ട ആവശ്യവുമില്ല. അത് ഞങ്ങളുടെ ഉപ്പാക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കടമയാണ്. ഉമ്മയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ ഇപ്പോഴും കൂടെയുണ്ട് എന്ന തോന്നൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഉപ്പയുടെ ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകൾ ഞങ്ങൾ പങ്കിടുന്നത്. അത് കാണുന്ന ഞങ്ങളുടെ ഉപ്പാന്റെ ആരാധകർക്കും വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് ദൂരത്ത് നിന്ന് വരെ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെത്താറുണ്ട്, പ്രത്യേകിച്ചും ഉമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ സമയത്തൊന്നും ഉമ്മയെ കാണാൻ അവർക്ക് സാധിക്കാറില്ല. ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഉമ്മയെ സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവർ എത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റിലൂടെ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെയും പറയുമ്പോൾ അവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. ഞങ്ങളെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും അറിയാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഉപ്പയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞങ്ങൾ ഇപ്പോഴും പിന്തുടർന്ന് ചെയ്യുന്നത്. ഉപ്പ പോയ സമയത്ത് ഉമ്മ ഞങ്ങൾക്ക് നൽകിയ ഏക സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ അവസാനമായി പാടിയ ഒരു പാട്ടാണ്. ഈ പാട്ട് ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും. ഞങ്ങളുടെ ഉപ്പ അവസാനമായി പാടിയ പാട്ടാണല്ലോ എന്നോർത്ത് ഞങ്ങൾ ജീവിതകാലം മുഴുവനും ആ പാട്ട് നെഞ്ചോട് ചേർത്ത് വെക്കും. പ്രത്യേകിച്ചും ഉപ്പയുടെ ഓരോ വരികളും. ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പോസ്റ്റുകൾ പങ്കിടുന്നത്. അത് കാണുമ്പോൾ അത് ഉപ്പയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നും ഉപ്പ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന തോന്നൽ ഞങ്ങൾക്കുണ്ടാകും. പിന്നെ ആരാധകർക്കും. ഉപ്പയുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നിലച്ചു കാണാൻ ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല. ഉപ്പ എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്.